നമസ്കാരം ഗൈസ്, ആർജിയാണ് ഡബ്ല്യൂസിലെ പുതിയ വീഡിയോ. ഇന്നത്തെ ഒരു വില്ലേജ് ട്രാവൽ വ്ലോഗാണ്. ഇന്നത്തെ നമ്മുടെ വില്ലേജ് ട്രാവൽ പ്രത്യേകിച്ച് ഫുൾ ടൈം നടത്തമാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രാവലൊക്കെ അടിപൊളി കാണാം. നമ്മുടെ വില്ലേജൊക്കെ അടിപൊളി കവർ ചെയ്തിട്ടുള്ള ഒരു യാത്രയായിരിക്കും ഇന്നത്തെ യാത്ര. അല്ല ശ്രുതി, കൂടുതൽ സമയം നടത്തണം, കാരണം ബസ്സിനില്ല, ബസ് കാശും ഇല്ല. അതുകൊണ്ട് കൂടുതൽ നടത്തുമായിരിക്കും. കുറച്ച് മാത്രമേ നമ്മൾ ബസ്സിന് പോകുള്ളൂ, ഒറ്റ ബസ് പോകുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ നടന്നാണ് പോകുന്നത്. ബാക്കിയുള്ള വിശേഷം നടന്നു പോകണമെങ്കിൽ കാണാം ഗൈസ്. പോയിട്ട് ഓരോ പരിപാടി ഉണ്ട്. പഞ്ചായത്തിൽ ഫസ്റ്റ് പോകണം, നമ്മുടെ പെൻഷൻ റെഡിയാക്കണം അല്ലേ. അപ്പോൾ അതിനോട് നമ്മൾ മോളിൽ കൂടെ കാട്ടിൽ കൂടെ പോകണം. അപ്പോൾ വില്ലേജാണ്, വില്ലേജിൽ കൂടെ പോകുമ്പോൾ യാത്ര കാണാം. ഞാൻ വീഴാതെ പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചാണ് പോകുന്നത്. കാരണം വഴിയൊക്കെ ഒത്തിരി സീനാണ്, വീഴാൻ ചാൻസ് ഉള്ളൂ. നമുക്ക് യാത്ര പോകണമെങ്കിൽ കാണാം. പോകാം. അപ്പോൾ ആദ്യം ഇതിലേ വരും, ഞാൻ ഇതിലേക്ക്. നമ്മൾ ഇതുവഴി കയറി പോകാനാണ് ഗൈസ്. വാ കയറി വാ. ആദ്യം എല്ലാം കൂടി കയറാൻ ടാസ്ക്കാണ്. ഞാൻ എന്തായാലും പതുക്കെ നടക്കട്ടെ. ആളെത്തി കഴിച്ചു അറിയില്ല. നമുക്ക് ഇതുവഴിയാണ് പോകാനുള്ളത്. വിറക് അത്രയും തീർത്തു. നമ്മളിന്ന് ഇതുവഴിയാണ് പോകുന്നത്. നമ്മുടെ കേസ് പച്ചപ്പരവധാനി വീഴ്ചിട്ടതുപോലെ കാട് പിടിച്ച് കിടക്കുന്നത് കണ്ടോ നിങ്ങൾ? ഇത്രയും ദൂരം നടന്നു വരുമ്പോഴത്തേക്കാണ് കഴിച്ച് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്. പോടാ, ഏഴിവിടെ വിറക് വെച്ച് കിട്ടിയ. കിച്ചുമോനെ, ഞാനാണോ മാമി? പോടാ, വീട്ടിൽ പോ. ജോലി തിരക്കിലാണോ? കിച്ചുവിൻ്റെ വീടാണ് കഴിച്ചത്. ഇതാണ് കിച്ചുവിൻ്റെ വീട്. അപ്പോൾ നമ്മൾ പോവാണ്. കിച്ചു 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 നമ്മളെ കൂടെ ഓടിയാണ് കഴിച്ചു. അവൾ സൈക്കാണ്. താഴെ വീട് വരെയൊക്കെ അറിയാത്തുള്ളൂ, പിന്നെ അറിയത്തില്ല. നമ്മളെന്തായാലും പോട്ടെ. നമ്മുടെ ഗ്രാമീണത കാണണ്ടേ നിങ്ങൾക്ക്? അപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ മലപ്രദേശം. കണ്ട പൊളിയാണ്. നമ്മളെ പിന്നെ എവിടെ നമ്മുടെ ഗൾഫിലുള്ള 2-3 പേരൊക്കെ നമുക്ക് കമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ വീടൊക്കെ ഇവിടെയാണ്. നമ്മളിപ്പം ആഴകം വഴിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കാം. ഇതുവഴി ഇങ്ങനെ ആഴകം എന്ന് പറയും. അപ്പം നമ്മൾ ഇങ്ങോട്ടാണ് പോണത്. ഇവിടെയൊക്കെ റബ്ബർ തോട്ടമാണ് കേട്ടോ ഗൈസ്. നമ്മൾ ഈ വഴിയാണ് പോണത്. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ മൂടിടിച്ച് വീഴും. അതാണ് വേറൊരു പ്രശ്നം. അതാണ്. നമ്മൾ പണ്ടത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഈ സ്ഥലമൊക്കെ കാണിച്ചിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് വന്നത്, കുറേ ആയി. ഇതിൻ്റെ കൂടെയൊക്കെ വണ്ടിയൊക്കെ കയറി ഇറങ്ങിയൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇവിടുത്തെ റബ്ബറൊക്കെ മുറിച്ച് കേസ്. വേണ്ട ഓടിക്കിച്ചു പോനെ. വീട്ടിൽ പോ മക്കളും, വീട്ടിൽ പോ. ആ കൂടെ വരും കേസ്. അടിയാണ് കേട്ടോ കിച്ചു. വീട്ടിൽ പോ. മമ്മീരേന്ന് കിട്ടും നിനക്ക്. മമ്മീരേന്ന് നിനക്ക് അടി കിട്ടും. ചെല്ല്. ആ എവിടാ പറഞ്ഞു. ഇവൻ ഇവിടുത്തെ വഴിയെന്ന് പറഞ്ഞില്ല കേസ്. ലാസ്റ്റ് നമ്മൾ റോഡിൽ കയറി നമ്മൾ പോവും, ഇവൻ പെട്ടുപോകും. കിച്ചു ചെല്ലി, മമ്മി വഴക്കുറയും കേട്ടോ. ഡേയ് പോടാ, അടി നോക്കി എനക്ക്. ഇവനെ വഴക്കുറഞ്ഞ് വീട്ടിലേക്ക് ശരിയല്ല ഗൈസ്. ഇവിടുത്തെ റബ്ബറൊക്കെയാണ് മുറിച്ചത്. ഇവിടുത്തെ റബ്ബറൊക്കെ മുറിച്ച്
കിച്ചു കണ്ട പോണ നോക്കിയാണ് നമ്മളെ കാട്ടി മുന്നിലെ പോവുകയാണ് കുണുങ്ങി കുണുങ്ങി. കിച്ചുമോനെ അടിയാണേ. എവിടെ പോകുമെന്ന് ദൈവത്തിനകത്ത് അറിയാം. അവർ നമ്മളെ വഴക്കുറയും. നമ്മളാണ് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളെ കൂടെ വന്ന് അവൻ വഴി കണ്ടുപിടിക്കും. പിന്നെ അവൻ തെണ്ടലാണ്. അതാണ് പ്രശ്നം. അവൻ ജിജു ചേട്ടൻ്റെ വീട്ടിലോട്ട് പോന്നു. അവിടെ വേറെ ആരുടെയും വീട്ടിൽ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇവ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നടന്ന് കണ്ടോ നമ്മളെ സ്ഥലമൊക്കെ ഇങ്ങനെയാണ് ഗൈസ്. ഫുള്ളും കാടും. ഇതാ അത്രയും ദൂരം നടന്നു വരുമ്പോഴാണ് ഒരു വീട്. ഇനി ഇവിടെ നിന്നും ഇതുപോലെ ദൂരത്ത് പോകുമ്പോഴാണ് അടുത്ത വീട്. പോയിട്ട് തിരിഞ്ഞു നോക്കിയാണ് നമ്മൾ പോകുന്നുണ്ടോ. ആർജതേ ബാക്കിൽ നിന്ന് വരുന്നതേ ഉള്ളൂ. ഇവിടെയൊക്കെ കാടാണ്. പക്ഷെ നല്ല തണുപ്പാണ് കേട്ടോ. പക്ഷേ എത്ര ചൂടുണ്ടെങ്കിലും ഇവിടെ തണുപ്പാണ്. അവൻ്റെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. നമ്മൾ നേരെ തണുപ്പാണ്. അവനെ ഓടിക്കട്ടെ കഴിച്ച് എന്നിട്ട് ബാക്കി പറയാം. നമ്മൾ നടന്നാണ് അടുത്ത വീടിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ നമ്മൾ ആറ്റിൻ്റെ കരയിൽ കൂടിയാണ് പോകേണ്ടത്. ഇല്ല, അത് വീട്ടിലേക്കുള്ളതാണ്. പാസ്റ്ററിൻ്റെ വീട് അങ്ങോട്ടാണ്. ഇത് ആടും കൂടാണ് കേട്ടോ. ആടിനെ കൊണ്ടേ കെട്ടിയെന്ന് തോന്നുന്നു. അതോ നിൽക്കണം അടുക്കണ്ട വയസ്സ്. നമ്മൾ ഇതുവഴിയാണ് പോകുന്നത്. നല്ല ആറൊക്കെ നിങ്ങൾക്ക് അങ്ങ് ദൂരത്ത് ആറൊക്കെ കാണാം. ഇവിടെ നിന്നാണ് നമ്മൾ ചക്കയൊക്കെ എടുത്തോണ്ടുള്ളത്. ചക്കയൊന്നുമില്ല, ചക്കയൊക്കെ തീർന്നു. ഗൈസ് ഇവിടെ നിന്ന് മരമൊക്കെ പുഴുത് വീണു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴി അത് ഇടിഞ്ഞു വീണു. കണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു വീടൊക്കെ ഉണ്ട്. നമ്മൾ ഇതുവഴി നടന്നു. നോക്കാസേ പ്ലാവും ഒന്ന് പ്ലാവാണ്. അതെ, ഒന്ന് പ്ലാവും ഒന്ന് ആഞ്ഞിലുമാണ്. രണ്ടും ഒടിഞ്ഞു വീണു. എന്തായാലും മഴയും കാറ്റൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാം ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് അത്രയും പോയതാണ്. ഭയങ്കര രസമില്ല ഗൈസ് ഈ സ്ഥലം കാണാൻ. കണ്ട അടിപൊളിയാണ് നമ്മുടെ ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കണ്ട ഇങ്ങനെ വാ, നമുക്കെന്തായാലും പോവാം. അതൊരു വീട്, ഇവിടെ ഒരു വീട്. ഇവിടെയൊക്കെ അടുപ്പിച്ച് കുറച്ച് വീടുകളുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇവിടെ കണ്ടോ ഉറവ.
സൂക്ഷിച്ച് പറഞ്ഞാൽ വീഴും. ഇവിടെ ഊറ്റുണ്ട്, ഊറ്റുള്ളത് കൊണ്ടാണ് സൂക്ഷിച്ച് വരാൻ വേണ്ടി പറയുന്നത്. കാരണം തെന്നി വീഴും, ഗ്രിപ്പ് ഉണ്ടാവില്ല. ഇവിടെയൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് വീഴുന്നുണ്ട്. വെള്ളം കുറവാണ് ആറ്റിൽ, ഇപ്പം മഴയൊന്നുമില്ലല്ലോ. ഇതൊക്കെ ഓരോരുത്തരും കുളിക്കുന്ന കടവാണ് കേട്ടോ ഗൈസ്. മീൻസ് ഓരോ ഇതിൽ അലക്കും കുളിയൊക്കെ നടക്കുന്നത്. ഈ നടക്കുന്ന വഴി മാത്രമേ ഞാൻ കാണിക്കുള്ളൂ കേട്ടോ ഗൈസ്. ഇത് കഴിഞ്ഞ് റോഡാണ്. റോഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്ഥിരം കാണാൻ ബോറടിക്കും. നിങ്ങൾ സ്ഥിരം കാണാത്ത വീഡിയോ ആണ്. ഇവിടെ ഒരു വീടുണ്ട്. ഇങ്ങനെ പോയിട്ട് ഇവിടെയൊക്കെ വഴിയൊക്കെ കല്ലിട്ട് ശരിയാക്കി വീട്. അവിടെ ആരൊക്കെ എന്തൊക്കെ കമൻസൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീട്ടിൽ. നമ്മൾ ഇതുവരെ നടന്ന് അവിടെ ഒരു പാലമുണ്ട്, ആ പാലത്തിൽ എത്തണം. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. ദൈവമേ ഗൈസ്, അവൻ കൂടെ വന്നു ഗൈസ്. നമ്മൾ പണ്ട് മീൻ പിടിക്കാൻ വന്ന വഴിയാണ് ഗൈസ്. നമ്മൾ ആ 6 വഴി ഇങ്ങനെ നടന്ന് ഇങ്ങനെ വന്ന് ഇതിൻ്റെ അടിയിൽ കൂടിയൊക്കെ നമ്മൾ മീൻ പിടിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇടിഞ്ഞിരിക്കുകയാണ് ഗൈസ്. സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കും. ഇവിടെ പാലമൊക്കെ ഇടിഞ്ഞു. അപ്പം നമ്മളങ്ങനെ ഇതാഴകം അങ്ങനെ പോവും. അങ്ങ് കയറി പോവും. വേറെ സൈഡിലേക്കാണ് പോണത്. ഇത് നേരെ പോയി കഴിഞ്ഞാൽ അയ്യപ്പൻകുഴി. ഇവിടെ കണ്ട ഗൈസ്, വഴി കണ്ട വണ്ടി കയറി പോയിരിക്കുന്നത്. അത്രയും കുത്തനെയൊക്കെയാണ് വണ്ടി വന്നിറങ്ങി മരമൊക്കെ മുറിച്ചുകൊണ്ട് പോകുന്നത്. നമ്മളെന്തായാലും നടക്കട്ടെ. ആ ബാ. ഇവിടെയൊക്കെ അടുത്തടുത്ത് വീടുകളുണ്ട് ഗൈസ്. നമുക്കാണ് അയൽവക്കം ഇല്ലാത്തത്. ഇവിടെ ഇങ്ങനെ പോകണം. കണ്ടോ, ഇങ്ങനെ കുത്തന വഴിയാണ്. ആരുടെ അങ്ങ് താഴ്ന്നു വരുന്നേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരു വീടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ നടക്കാണ്ട് കഴിച്ച് കാണിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറായാലും തീരുമല്ലോ വീഡിയോ. അതാണ് പോവാം. പിന്നെ അങ്ങ് അറ്റം വരെ നടക്കണം. പോവാം, അവിടെ എത്തിയിട്ട് ബാക്കി പറയാം. വയസ്സ് ഇവിടെ കൈതച്ചക്കയൊക്കെ അതെ ഇങ്ങനെ കെട്ടി നിർത്തും. കണ്ട, പൊതിഞ്ഞ് നിർത്തും. അത് പഴുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി. അങ്ങനെ കുറേ കൈതച്ചക്ക പൊതിഞ്ഞ് നിർത്തിയിട്ടുണ്ട്. ഇത് പശുവിന് കൊടുക്കുന്ന മറ്റേ പുല്ലാണ് നട്ടുപിടിപ്പിക്കുന്നത്. ആ പുല്ലാണ് ഈ നിൽക്കുന്നത് ഫുള്ളും. ഇടിഞ്ഞ് പകുതി മുക്കാലും പോയി കഴിച്ചു. എന്നിട്ട് അവിടെ ആൾത്താമസമുണ്ട്. നമ്മളെപ്പോലെയൊക്കെ തന്നെ നമ്മൾ നടന്ന് ആരുടെ അങ്ങനെ വരണേ ഉള്ളൂ. വീട് നടക്കുകയാണ്. അപ്പോൾ എന്തായാലും അവിടെയൊക്കെ വീടുണ്ട് കേസ്. അപ്പോൾ നമുക്ക് നടക്കാം, അങ്ങെത്തിയിട്ട് പറയാം. നടന്ന് ഇവിടെ എത്തിയതേ. ഇവിടെയാണ് വീട്. ആരുടെ ദോ നടന്നു വരുന്നു. കുറേ ദൂരം നടക്കാനുണ്ട്. നമുക്കെന്താ നടക്കാം. അവിടെ എത്തട്ടെ. കണ്ട പൊട്ട വെയിൽ. എൻ്റെ പൊന്നോ, ഇവിടെ കൈതച്ചക്ക കൃഷി ചെയ്തിട്ടുണ്ട്. നമ്മളിനിയും നടക്കാണ്ട് കേസ്. ആ ഇതിപ്പോൾ റോഡ് അടുക്കാറായി. ഇവിടെ ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ്. അതിന് നമ്മൾ റോഡെത്തിയിരിക്കുന്നു കേസ്. റോഡെത്തി. റോഡ് കാണുമ്പോൾ എന്തൊരു സമാധാനം എന്നറിയാമോ. നമ്മൾ റോഡെത്തിയിരിക്കുന്നു കേസ്. കണ്ടോ, ആരും എപ്പോഴും എത്തിയിട്ടില്ല. അതേ പറഞ്ഞോളൂ. ഇനി റോഡിൽ നിന്ന് ഒറ്റ നടത്തണം കേസ്, അങ്ങ് അറ്റം വരാം. നടക്കാൻ കുറച്ച് ദൂരമുണ്ട്, നമുക്ക് നോക്കാം. അങ്ങറ്റം വരെ നടക്കാണ്ടല്ലോ, നടന്ന് അവിടം വരെ എത്തട്ടെ ഗൈസ്. എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. നടന്നു ഇവിടെ എത്തി. നമ്മൾ അങ്ങന്ന് വന്നതാണ്. അയ്യപ്പൻകുഴി എത്താറായി. അതാണ് അങ്ങ് അറ്റം കാണുന്ന ബിൽഡിങ്ങാണ് അയ്യപ്പൻകുഴി ജംഗ്ഷൻ. നമുക്ക് എന്തായാലും പോവാം. അതാണ്, നമുക്ക് പോകാം ഗൈസ്. ഈ കാണുന്നതാണ് നമ്മുടെ ഉഴമലക്കൽ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് കാര്യാലയം. നമ്മളപ്പം ഇവിടെ നിന്ന് നടന്നു കാണാം. അങ്ങോട്ടേക്ക് കയറണം. എന്തായാലും പോയിട്ട് വരാം. ഇടിഞ്ഞ വഴി കൂടെയാണ് ഇങ്ങോട്ട് വരാം.
പിന്നെ ഒന്ന് റോഡിൽ കയറി ഗൈസ്. ഇപ്പം അങ്ങനെ നമ്മൾ പഞ്ചായത്തിലെത്തിയിരിക്കണം ഗൈസ്. പോയിട്ട് വരാം. അപ്പം ഗൈസ് നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ഗൈസ് ഇനി ഇവിടെ നിന്ന് കുറേ നടക്കാറുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും പോകാൻ്റെ അടുത്ത് എത്തട്ടെ. നമ്മൾ കാണിക്കാം കാര്യങ്ങളൊക്കെ എന്താണ് ഏതാണെന്നുള്ളത് കാണിക്കാം. കുറേ നടക്കാണ്ട് വീഡിയോ ലെങ്തും കൂടും, മണിക്കൂർ കൂടുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് നടക്കട്ടെ. ഇനി നമ്മുടെ മാർക്കറ്റാണ് കേട്ടോ പൈസ കാണുന്നത്. ബിൽഡിംഗ് പണിയാണ്. പോയിട്ട് വരാം ഗൈസ്. നമ്മൾ നടന്ന് വെട്ടേരി സ്കൂളിൽ നടത്തിയിട്ടുണ്ട്, അമ്പലത്തിൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ SNDP പോയിരിക്കാൻ പോരട്ടെ. ഇനി നമുക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റും. ശരി, അങ്ങോട്ട് നടന്നാൽ നമുക്ക് കാർനാട് ബസ് സ്റ്റോപ്പിലൊക്കെ നടന്ന ബസ് ഉണ്ടാവും. പിന്നെ നമുക്കിപ്പോൾ സുദീപ് SNDP പോയിരിക്കുകയാണ്. SNDP ഓഫീസ് അവിടെയാണ്. SNDP അമ്മയുടെ പെൻഷൻ 300 ഉണ്ട്, അതൊക്കെ വേണ്ടി പോയിരിക്കാൻ വന്ന് എടുത്തിട്ട് വരട്ടെ. അവിടെ ബസ് കാശ് ഉപയോഗിച്ചാണ് കാർനാട് പോകാനായിട്ട്. കാർനാടിന് നമുക്ക് ഗ്യാസ് ഓഫീസിൽ പോയിട്ട് പാസ്പോർട്ടിന് ആധാറിൻ്റെ കോപ്പിയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൊടുക്കണം. അതിനുവേണ്ടി പോയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ നടക്കും. അപ്പോൾ ആണ് അടുത്ത പരിപാടി. ശ്രുതിപ്പ് വരും, അവിടെ നിന്ന് വരട്ടെ. നമുക്കവിടെ വെയിറ്റ് ചെയ്യാൻ തരും. ഇനി നടന്നു പോകാണ്ട് കൂടെ ആദ്യമേ ശ്രുതി വരുന്നുണ്ട്. അവിടുന്ന് പെൻഷൻ വാങ്ങിച്ചില്ല, നമ്മൾ ചില്ലറ വാങ്ങാൻ വേണ്ടി പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ചില്ലറ വാങ്ങി കൊടുത്തിട്ട് നമുക്ക് പെൻഷൻ വാങ്ങിട്ട് ഇവിടുന്ന് പോകാനായിട്ട് ബസ് ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ ശ്രുതി ഇവിടുന്ന് പോവാം. അതൊക്കെ നമ്മുടെ പ്ലാൻ. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്, ഇങ്ങോട്ടാണ് പോകേണ്ടത്. എന്തായാലും സൂര്യ വരണം. സൂര്യ വന്നിട്ട് പോകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അവിടെ വെട്ടേരി സ്കൂളിൻ്റെ ജംഗ്ഷൻ എൻ്റെ ഇവിടുത്തെ SNDP തന്നെ ഓഡിറ്റോറിയമാണ് തോന്നുന്നു. അതാണ് അതിൻ്റെ ഓഡിറ്റോറിയമാണ്. ഇപ്പോൾ അടിപൊളി. SNDP ചില്ലറയില്ല. അപ്പം ഇനി ബസ് ഗോപി അടിക്കുന്ന അവസ്ഥയാണല്ലോ. ഉറച്ചോനെ പണിക്ക് പണിക്കറിയില്ലേ. എനിക്ക് വയ്യ. നമുക്ക് അതിനോട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഫൈൻ്റെ കൈ സ്റ്റുഡിയോ വരുന്നുണ്ട്. നമുക്കിനി പെട്ടെന്ന് കാർനാട് പോയിട്ട് അവിടെ നിന്ന് ബസ് കയറി പോവാം. എൻ്റെ പൊന്ന് കഴിച്ച് നടന്നാണ് നമ്മൾ ഇവിടെ വരെ എത്തി. ഇവിടെ നിന്ന് ബസ്സിൽ പോവാം. ബസ്സിന് പോകാനുള്ള പൈസയൊക്കെ ഒപ്പിച്ച് വയ്ക്കാം. ബസ് സ്റ്റോപ്പ് നമ്മളിവിടെ നിന്ന് ആർച്ചവിടെ നടന്നിട്ട് കാണുന്നില്ല. അതോ വരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ടേക്ക് വന്നു. നമുക്ക് ഇവിടെ നിന്ന് ബസ്സിൽ കയറി പോവാം. അപ്പോൾ ഫൈനൽ കേസ് നമ്മൾ ആരിനടത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ സ്ഥലം കണ്ടുപിടിക്കണം. ഇവിടെ അടുത്തേക്കും ചോദിച്ചു. ഇവിടെ നിന്ന് കുറേ പോവാണ് ഗൈസ്. പൊട്ട വെയിൽ ഗൈസ്. ഈ വെയിലൊക്കെ നമ്മൾ വെന്തൊരുക്കി മരിക്കും. എനിവേ പോവാം. ഇവിടെ നിന്നെയും പോവാണ് ഗൈസ്. എങ്ങോട്ടാണ് എന്താണെന്ന് അറിയാതെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നടന്നുകൊണ്ടിരിക്കുക വേണ്ട. ചുറ്റാറാണ്. ആണ് അങ്ങനെ കറങ്ങി വരുന്നതാണ് ഗൈസ്. ഇതാണ് നമ്മൾ 6 കറങ്ങി തിരിഞ്ഞൊക്കെ വരണതാണ്. ഓരോ അടുത്ത് എത്തുമ്പോൾ ഓരോ പേരാണ്. നമുക്ക് എന്തായാലും നടക്കാം ഗൈസ്. എൻ്റെ തല പൊളിയാണ്. ആർജാണെങ്കിൽ അവിടെ എന്തോ കഥ പറഞ്ഞ കിടക്കുകയാണ്. മനുഷ്യൻ വെന്തുരുകി മരിക്കുന്നു. എന്ത് വെയിലാണ് ദൈവമേ. ഇത്രയും വെയിലൊന്നും നമ്മുടെ വീട്ടിലില്ലടപ്പാ. നമുക്ക് നല്ല തണലും ഒക്കെയാണ്. കൃഷി നോക്ക്, കോടയുടെ പച്ച വണ്ടി കൊള്ളാം.
നടക്കണൊക്കെയാണ് കുണി നടന്ന് കുറേ ദൂരം എത്തി. ഇനിയും പോകാനുണ്ടെന്നാണ് പറയണത്. എന്തായാലും ബസ് സ്റ്റാൻഡ് ആരങ്ങാട് ബസ് സ്റ്റാൻഡ് കണ്ടോ ഗൈസ്. ബസ് കയറി പോവാം. ആ ബസ് തിരിയുന്ന സ്ഥലമാണ് നമ്മളെ ബസ് സ്റ്റാൻഡ്. അവസ്ഥയെ നോക്കാം. കയ്യിൽ കാലെണ്ണ എടുക്കാനില്ലെങ്കിൽ ഇതാണ് അവസ്ഥ. നടന്ന് ഉപ്പാടിഞ്ചി പോയി നോക്കാം. ഇതാണ് ആരാണ് ബസ് സ്റ്റാൻഡ്. ഇല്ലെങ്കിൽ കുന്നും കുഴിയൊക്കെ തന്നെയാണ്. നോക്കാം. അപ്പം ഗൈസ് നമ്മൾ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഇരിപ്പാണ്. നോക്കാം. അതിന് ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നോക്കാം. വെയിറ്റിംഗ് ആണ്. ഫൈനലി ഗൈസ് നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. ഇനി ഗ്യാസ് സർവീസ് എത്തിക്കുന്ന ഇപ്പോൾ പോയിട്ട് നമുക്ക് ആധാറും ഫോട്ടോയും കൊടുക്കണം. ആധാറിൻ്റെ കോപ്പി ഫോട്ടോയും കൊടുക്കണം. കൊടുക്കുക. അപ്പം ഗൈസ് നമ്മൾ ഗ്യാസ് ഓഫീസിൽ നിന്ന് ഇറങ്ങി എല്ലാ ഫോട്ടോ എല്ലാം കൊടുത്ത് 24-ാം തീയതി പൈസ അടയ്ക്കണം. എന്തായാലും നോക്കാം. എല്ലാം ശരിയാവുന്നു പ്രതീക്ഷിക്കുന്നതിന് ബസ് കയറാൻ വേണ്ടി പോവാം. ഗൈസ് നമ്മൾ ബസ് കാത്തിരിക്കുകയാണ്. ബസ് ഇതുവരെ വന്നിട്ടില്ല. എപ്പോഴെങ്കിലൊക്കെ വരുമെന്നുള്ള പ്രതീക്ഷിക്കുന്ന ഈ അപ്പച്ചനും അങ്ങോട്ടുള്ളതാണ്. എന്തായാലും നമ്മളെ ലോയർ റൂട്ടിന് വെയിറ്റിംഗ് ആണ്. നോക്കാം. ഫൈനൽ ഗൈസ് നമ്മൾ തിരിച്ച് പരുത്തിക്കുഴി എത്തി. നമ്മൾ വന്ന ബസ് നിൽക്കണം. പോയി വന്ന് നടന്ന് പോയി തിരിച്ച് ബസ്സിൽ വന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷം പറയാം ഗൈസ്. അപ്പം നമ്മൾ നടന്ന് ആറ്റിൻകരയിലെത്തി. ചെറുതായിട്ട് മഴ പെയ്ത് പോയിട്ടുണ്ട് ഇല്ലേ ആർജെ? ദൈവത്തിനറിയാം. എന്തായാലും നമുക്ക് പോവാം. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. എല്ലാം ആർജയുടെ കയ്യിലാണ്. ശരിയാണ്. നടക്കും. എന്നാ ഇപ്പൊ ഒന്ന് മഴ പെയ്യിപ്പിച്ചാണ് ആർജെ. നോക്കട്ടെ. 2 കുടയുണ്ട്. നീ മഴ പെയ്യിപ്പിച്ചോ. ആണോ? ഇവനൊരു സൈക്കോയാണ് ബൈസ്. അപ്പോൾ വന്നു കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തുണിയൊക്കെ അലക്കിയിട്ട് ഇനി കുറച്ച് നേരം റെസ്റ്റാണ്. നടന്ന് ആർജ് നടന്ന് വയ്യാതായിട്ട് വന്ന് കിടക്കുവാണ്. ആർജ് ബാഗ് കിടക്കുവാണ്. എന്തായാലും ചത്തു ഗൈസ്. അപ്പം നമ്മളെന്തായാലും ഇനി റെസ്റ്റൊക്കെ എടുക്കട്ടെ ഗൈസ്. അപ്പം നമ്മളുടെ ഇന്നത്തെ ട്രാവൽ ഇതൊക്കെയാണ്. നമ്മുടെ ഒരു ഇതെന്ന് പറയണത് ഇന്നത്തെ ഒരു നടന്നിട്ടുള്ള യാത്ര. അപ്പം എന്തായാലും എന്താ പറയുക, മഴക്കാറുണ്ട്. മണി 5 ആവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇരുട്ടി. നോക്കാം. ഒരാൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. സലണ്ടറായി മുന്നേറ്റം ഫസ്റ്റ് എന്നും പറഞ്ഞ്. ഞാൻ എൻ്റെ കയ്യിൽ ബ്രെഡാണുള്ളത്. അതാണ് ഞാൻ കൊടുക്കാൻ വേണ്ടി നോക്കുന്നത്. ബ്രെഡ് കിച്ചുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫൈനലി കഴിച്ച് ഇന്നത്തെ ട്രാവൽ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. വ്ലോഗ് പരിപാടി കഴിഞ്ഞ് ഇന്നത്തെ യാത്ര തളർന്ന് കഴിച്ചിരിക്കും. എന്നാൽ ഒരുപാട് നിങ്ങൾ കണ്ടാണ് നമ്മൾ ഒരുപാട് നടക്കാണ് ചെയ്ത് ഇന്നത്തെ യാത്ര. ഫുള്ളും ബസ്സിൽ ഉള്ള സീൻസ് എല്ലാവരും ഒഴിവാക്കാൻ പറഞ്ഞ് ഇപ്പോൾ അവസാനം ബസ്സിന് പോകുമ്പോഴും കയറി ആശില്ലാത്ത അവസ്ഥയായി. ഫുള്ള് നടത്തമായി പോയി. നടന്ന് രണ്ടാമത് തളർന്നു. എനിക്കും വയ്യാതായ അവസ്ഥ. പിന്നെ വരുന്ന അവിടുന്ന് കുളിച്ചു കയറി ഒന്നുമില്ല. കുളിക്കാണ്ടത് പോകാൻ ബുദ്ധിമുട്ടാവും. കാരണം കുളിക്കാതെ ഇച്ചിരി മടിയാവും. പിന്നെ ഇവിടെ വന്ന് ഞാൻ താഴ്ന്നുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ പിന്നെ പോകും. പിന്നെ എണീക്കാൻ ഭയങ്കര മടി. അതുകൊണ്ട് ഞാൻ ആദ്യം വരണ വഴിക്ക് പൈപ്പിൻ ചോട്ടിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ വന്ന് ഡ്രസ് ഒക്കെ എടുത്തിട്ടാണ് പോയത്. അപ്പൊ എന്തായാലും അടുത്ത പുതിയ വ്ലോഗ് ഒക്കെ ആയിട്ട് എന്തെങ്കിലും പുതിയ വിശേഷങ്ങൾ താമസം വരുമ്പോൾ ബൈ ഫ്രം ആർജെ ഗൈസ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ഒക്കെ ചെയ്യാം. വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണം. എല്ലാവരുമായിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാം ഒരു ഫ്രണ്ട്ഷിപ്പും ഒരു ഫാമിലി മെമ്പേഴ്സ് പോലെ നമ്മളെല്ലാവരും ഇപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും മസ്റ്റായിട്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. താഴെ 2 ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. എല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എന്നെ ഫോളോ ചെയ്ത് സുധിനെ ഫോളോ ചെയ്യാം. സുധിക്ക് ഫോളോവേഴ്സ് കുറവാണ്, വിഷമമാണ്. അപ്പൊ എല്ലാവരും പിന്നെ ഞാൻ സ്വന്തമായിട്ടൊക്കെ റീൽ ചെയ്യാൻ തുടങ്ങി. ആർജെ കണ്ടം പൂട്ടി ഓടും. ആർജയ്ക്ക് ഫോളോവേഴ്സിനെ കാട്ടി എനിക്ക് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഗൈസ്. ഈ യൂട്യൂബ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ. ഇപ്പൊ ഞാൻ പിച്ചക്കാരി. സുധിയേക്കാളും കുറച്ച് ഫോളോവേഴ്സ് കൂട്ടിയ അവസ്ഥയിലാണ്. അപ്പൊ എങ്ങനെ താമസം അടുത്ത വിശേഷം വരുമ്പോൾ ബൈ ഗൈസ്. ബൈ.